നമസ്കാരം. കേരളത്തിൽ മലയാളികൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് താമരശ്ശേരിയിൽ ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ന് 5 കുട്ടികൾ, കൊലപാതകികളായ 5 കുട്ടികൾ ഇന്ന് പരീക്ഷ എഴുതുന്നു. അതിനെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസും MSF ഒക്കെ പ്രതിഷേധം അറിയിക്കുകയുണ്ടായി. ഒരു പ്രതിഷേധത്തിനിടയിൽ പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായി. പ്രതിഷേധക്കാരെയെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ജുവനൈൽ ജസ്റ്റിസ് ഹോമിന് മുന്നിലാണ് പ്രതിഷേധം നടന്നത്. അവരെല്ലാം സർക്കാർ അറസ്റ്റ് ചെയ്ത് നീക്കി. അതിനുശേഷം കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചു. അത് സ്കൂളിലെ കുട്ടികളുടെ ഇടയിലല്ല ഇരുത്തി പരീക്ഷ എഴുതിപ്പിച്ചത്. എന്തായാലും അതൊരു ഭാഗ്യം ചെയ്തു. മറ്റു കുട്ടികൾക്ക് എന്തായാലും ശല്യം ഉണ്ടാക്കിയില്ല. ജുവനൈൽ ജസ്റ്റിസ് ഹോമിലെ കെയർ ഹോമിൽ തന്നെയാണ് പരീക്ഷ എഴുതിപ്പിച്ചത്. എന്തായാലും അവരെ പുറത്തു കൊണ്ടുവന്ന് മറ്റു കുട്ടികൾക്കൊപ്പം ഇരുത്തി പരീക്ഷ എഴുതിപ്പിച്ചാൽ മറ്റു കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ മറ്റു കുട്ടികളുടെ മാനസിക സംഘർഷം ഒഴിവാക്കത്തക്ക രീതിയിൽ അങ്ങനെ ഒരു നിലപാടെടുത്തതിൽ വളരെ സന്തോഷം. അങ്ങനെ ഒരു പഠിച്ച സ്കൂളിൽ തന്നെ പരീക്ഷ എഴുതിക്കാനായിരുന്നു ആദ്യം സർക്കാർ വിചാരിച്ചിരുന്നത്. എന്ത് തന്നെ പ്രതിഷേധങ്ങളോ പ്രക്ഷോഭങ്ങളോ ഉണ്ടായാലും ഈ കുട്ടികളുടെ കൂടെ നിന്ന് ആ കുട്ടികളെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കുക എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ഒരൊറ്റ തീരുമാനം. അതായത് കൊലപാതകികളായ കുട്ടികളുടെ കൂടെ നിൽക്കുക സർക്കാർ, അത്രയേ ഉള്ളൂ. സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ അപ്പോൾ അവിടെ നടക്കും. അത് സർക്കാർ പ്രതീക്ഷിച്ച് തന്നെയാണ് പോലീസിനെ അവിടെ ഇറക്കിയത്. അപ്പോൾ നീതി എവിടെയാണ് നടപ്പാക്കപ്പെടുന്നത്? ഈ മരിച്ച കുട്ടിയെ പരീക്ഷ എഴുതിപ്പിക്കുന്നത് എങ്ങനെ പരീക്ഷ എഴുതിപ്പിക്കുന്നു? ആ കുട്ടിയും പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥി തന്നെ ആയിരുന്നില്ലേ? ആ കുട്ടിയെ നിഷ്ഠൂരം കൊലപ്പെടുത്തിയ ശേഷം ഈ 5 കുട്ടികൾക്കും പരീക്ഷ എഴുതിപ്പിക്കാനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കി കൊടുക്കുന്നു, സർക്കാരിന്റെ ചെലവിൽ. അങ്ങനെ ചെയ്യുമ്പോൾ സർക്കാർ ജനങ്ങളുടെ അഭിപ്രായം കൂടി മാനിക്കണമല്ലോ. പൊതുജനങ്ങളുടെ അഭിപ്രായം ഈ കുട്ടികളെ ഈ വർഷം പരീക്ഷ എഴുതാൻ അനുവദിപ്പിക്കരുത്. കുട്ടിയുടെ പിതാവിൻ്റെയും തീരുമാനവും അതുതന്നെയായിരുന്നു. അദ്ദേഹത്തിന് നമ്മുടെ കുട്ടിയായിരുന്നാൽ തന്നെ നമുക്ക് വിഷമം ഉണ്ടാവില്ലേ? സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ പറയുന്നു ഈ കുട്ടി, ഈ മരണപ്പെട്ട ഷഹബാസ് എന്ന കുട്ടി അത്രയ്ക്ക് നല്ല കുട്ടിയായിരുന്നു എന്ന് എല്ലാ ടീച്ചേഴ്സും നാട്ടുകാരും പറയുന്നുണ്ട്. അപ്പോൾ ഈ കൊല്ലപ്പെട്ട ഈ കുട്ടിയെ സംരക്ഷിക്കാതെ, അതിനു വേണ്ട നിയമ നടപടികൾ എടുക്കാതെ കൊലപ്പെടുത്തിയ കുട്ടികളുടെ കൂടെ നിൽക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഈ കൊലപ്പെടുത്തിയ കുട്ടിയുടെ പിതാവ് പലതരത്തിലുള്ള ഗുണ്ടാ കേസുകളിലും ഇടപെട്ടതാണെന്നൊക്കെ പറഞ്ഞ് മീഡിയയിൽ ന്യൂസൊക്കെ വന്നിരുന്നു. TP വധക്കേസിലൊക്കെ ബന്ധപ്പെട്ടവരുടെ കൂടെ നിന്നുള്ള ഫോട്ടോയും പിക്ചറുകളും ഒക്കെ പുറത്തു വന്നിരുന്നു. അങ്ങനെ പിതാവിൽ നിന്നും വീട്ടിലെ രക്ഷിതാക്കളിൽ നിന്നും വരെ സപ്പോർട്ട് കിട്ടിയിട്ടാണ് ഈ കുട്ടികൾ ഈ വിധത്തിലുള്ള കൊലപാതകം ചെയ്തതെന്നാണ് ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ പിതാവ് പറയുന്നത്. അതിനെ ശരിവയ്ക്കുന്ന തരത്തിലാണ് സർക്കാരിന്റെ നടപ്പ്. സർക്കാരിന്റെ നടപ്പെന്ന് പറയുമ്പോൾ സർക്കാർ ഈ കുട്ടികളെ കൊണ്ട് പരീക്ഷ എഴുതിക്കാൻ തീരുമാനിച്ചു. അതുതന്നെയാണ്. അപ്പോൾ സർക്കാരും ജനങ്ങളുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ തന്നെ അല്ലേ അത്? അങ്ങനെ നമ്മുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും MSF പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വളരെയധികം സംഘർഷത്തിലാണ് അവസാനിച്ചത്. നിയമസഭയിൽ ഈ വിഷയങ്ങൾ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. മറ്റെല്ലാ വിഷയങ്ങളും നിയമസഭയിൽ നിർത്തി വെച്ചിട്ട് ഈ ഒരു വിഷയം, കുട്ടികൾക്കിടയിൽ വ്യാപിക്കുന്ന ലഹരി, കുട്ടികൾ 10ാം ക്ലാസ് വരെ പ്രായമുള്ള കുട്ടികൾ, അതായത് 15ഉം 16ഉം വയസ്സുമുള്ള പ്രായമായ കുട്ടികൾ ലഹരിക്ക് അടിമയാവുന്നതും അവർ അതിന് കാരിയേഴ്സ് ആവുന്നതും അതിന്റെ സപ്ലയേഴ്സ് ആവുന്നതും എവിടെ നിന്നാണ് അതിന്റെ ഉറവിടം എന്ന് കണ്ടുപിടിക്കാതെ കുട്ടികളെ പ്രായപൂർത്തി ആയില്ല എന്നൊരു നിയമത്തിന്റെ ഒരൊറ്റ പഴുതിലാണ് ഈ കുട്ടികളെല്ലാം ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടും രക്ഷപ്പെട്ടു പോകുന്നത്. അതിന് നമ്മുടെ സർക്കാരും ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ നിന്നാണ് ഇന്നലെ ഈ ഷഹബാസിന്റെ കൊലയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന് പോലീസ്
അവിടെ ഹാജരാക്കുമ്പോൾ, അതായത് ജുവനൈൽ ജസ്റ്റിസിന്റെ അടുത്ത് ഹാജരാക്കുമ്പോൾ ജസ്റ്റിസ് ഒരു ഇതുമില്ലാതെ, ബുദ്ധിമുട്ടുമില്ലാതെ കുട്ടികളെ പറഞ്ഞ് വീട്ടിൽ വിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ക്രിമിനൽ കുറ്റം ചെയ്ത കുട്ടികളെ വീട്ടിലേക്കാണ് വിടേണ്ടത്? അല്ല, ജുവനൈൽ ഹോമിലേക്കാണ് വിടേണ്ടത്. ഇത് വീട്ടിൽ പറഞ്ഞു വിട്ട സാഹചര്യമാണ് ഉണ്ടായത്. പിറ്റേന്ന് കുട്ടികൾ ഹാജരാവണം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. എന്തായാലും പിറ്റേന്ന് കുട്ടികൾ ഹാജരായത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ അറിയാമായിരുന്നു നമുക്ക്. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഈ കുട്ടികൾക്ക് സകല നിയമത്തിൻ്റെയും പഴുതുകൾ തുറന്നു കൊടുക്കുകയാണ്. ഇത് കുട്ടികൾ ഇപ്പൊ തന്നെ നിയമം പഠിച്ചു കഴിഞ്ഞു. ഇന്നലെ ഞാൻ ഇട്ടിരുന്ന ഒരു വീഡിയോയിൽ, ആ വീഡിയോയിൽ കുട്ടികളുടെ സംഭാഷണം കേൾപ്പിച്ചിരുന്നു. കുട്ടികൾ അത്ര കോൺഫിഡൻസോടു കൂടിയാണ് സംസാരിക്കുന്നത്. നിയമത്തിൽ അവർക്ക് തന്നെയാണ് വിജയം എന്ന് അവർ സംസാരിക്കുന്നു, മറ്റുള്ള കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെയാണോ നമ്മുടെ സർക്കാരെ? നമ്മുടെ സർക്കാരാണ് മറ്റുള്ള വിദ്യാർത്ഥികളെ രക്ഷിക്കേണ്ട സർക്കാരാണ്. ആ സർക്കാരാണ് ഈ കുറ്റം ചെയ്യപ്പെടുന്ന കുട്ടികളുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടിയുള്ള സകല ഹെൽപ്പുകളും ചെയ്തു കൊടുക്കുന്നത്. അതായത് ഒരു സ്കൂളിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്കൂൾ എടുത്താൽ ആ സ്കൂളിൽ ഒരു 25% കുട്ടികൾ ഇതുപോലെ മോശപ്പെട്ട കുട്ടികളായിരിക്കും. ബാക്കി 75% കുട്ടികളും നല്ല കുട്ടികളായിരിക്കും, നല്ല വീടുകളിൽ നിന്ന് വരുന്നതായിരിക്കും. തീർച്ചയായും ഈ 25% വരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും വീടുകളിൽ പ്രശ്നമുണ്ടാകും. ഒന്നെങ്കിൽ അവരുടെ മാതാപിതാക്കൾ അങ്ങനെയുള്ളവരായിരിക്കും, മദ്യമോ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒളിച്ചോട്ടമോ കിളിച്ചോട്ടമോ ഒക്കെ നടത്തി പലർക്കും അപ്പനില്ലാത്തതും അമ്മയില്ലാത്തതും ഒക്കെ ആയ കുട്ടികളും ഈ അമ്മമ്മ തള്ളമാർ വളർത്തുന്ന കുട്ടികളും അങ്ങനെയൊക്കെയുള്ള കുട്ടികളായിരിക്കും ഈ ഒരു 25%. അവർ ഈ ഒരു പശ്ചാത്തലത്തിൽ ഉള്ളതായിരിക്കും. ഈ 25% കുട്ടികൾ തന്നെയാണ് ബാക്കി 75% കുട്ടികളെയും ആ ലഹരിക്ക് അടിമയാക്കുന്നതും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് വലിച്ചഴക്കുന്നതും. അത്തരത്തിലുള്ള കുട്ടികളെയാണ് കണ്ടെത്തി ശിക്ഷ കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ വേണ്ട രീതിയിലുള്ള കൗൺസിലിംഗ് കൊടുക്കുകയോ ഇവരുടെ മാതാപിതാക്കൾക്ക് കൗൺസിലിംഗ് കൊടുക്കുകയോ ഒക്കെ ചെയ്ത് കുട്ടികളെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ കൊണ്ടുവരേണ്ടത്. ഈ 25% കുട്ടികൾ തന്നെയാണ് മറ്റുള്ള 75% കുട്ടികളെയും ഈ രീതിയിലുള്ള ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ ലഹരിക്ക് അടിമപ്പെടുത്തുന്നതും അവരെ കാരിയേഴ്സ് ആക്കുന്നതും. ഈ തുച്ഛമായ പണത്തിന് വേണ്ടിയാണ് ഈ കുട്ടികൾ ഈ ഇങ്ങനെയുള്ള കാരിയേഴ്സ് പണിയെല്ലാം ചെയ്യുന്നത്. അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാകും അവരുടെ ഗ്രൂപ്പ് ചാറ്റുകളിൽ നിന്ന്. അതായത് ലഹരി ഇന്നടത്തു നിന്ന് കിട്ടിയത് നല്ലതാണ്, ഇന്നടത്തു നിന്ന് കിട്ടിയത് മോശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിലയിരുത്തലുകൾ വരെ നടക്കുന്നുണ്ട് ഗ്രൂപ്പുകളിൽ. ഇനി ഇത് കുട്ടികൾക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ള ആ ധാരണ വരെ കുട്ടികൾക്കുണ്ട്. എവിടെ പോയാലൊക്കെ ഈ കുട്ടികൾക്ക് ഇത് വാങ്ങാൻ പറ്റും, വാങ്ങി മറ്റുള്ളവർക്ക് മറിച്ചു വിൽക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഈ വ്യക്തമായ ധാരണ ഈ കുട്ടികൾക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുടെ പിതാവ് വന്നിരുന്ന ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇതുപോലൊരു ഗ്യാങ്ങിനുള്ളിൽ പെട്ടുപോയി. ആ കുട്ടി വീട്ടിൽ നിന്ന് രാത്രി ഒരു ദിവസം ഇറങ്ങിപ്പോയി. എവിടെയാണെന്ന് അന്വേഷിച്ച് പിതാവ് പിന്നാലെ ചെന്ന് പെട്ടത് ഒരു ഗ്രൗണ്ടിലാണ്. ആ ഗ്രൗണ്ടിൽ കുറെ വിദ്യാർത്ഥികളൊക്കെ ഇരുന്ന് അവർ ലഹരി ഉപയോഗിക്കുന്നു. ആ കൂട്ടത്തിൽ ഈ കുട്ടിയും ഉപയോഗിക്കുന്നു. ആ നിമിഷം തന്നെ ആ പിതാവ് ആത്മഹത്യ ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷേ മറ്റൊരു കൂട്ടുകാരൻ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഇതല്ല വേണ്ടത്, നമുക്ക് ഈ കുട്ടികളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ച് കൊണ്ടുവന്ന അദ്ദേഹമാണ് ചാനലിൽ കഴിഞ്ഞ ദിവസം വന്നിരുന്ന് അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളും ഈ ലഹരി ഉപയോഗിക്കുന്നതും ഈ കുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നുള്ള പല വിവരങ്ങളും ചോർത്തിയെടുത്തു കൊണ്ടുവന്ന് പോലീസിന് കൈമാറുകയും അതുപോലെ ഈ ചാനലിലേക്ക് കൈമാറുകയും നാർക്കോട്ടിക് സെല്ലിലേക്ക് പോകാനിരിക്കുകയുമാണ് അദ്ദേഹം. ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ പോലീസിന് പരാതി കൊടുത്തിട്ടും പോലീസിന് അതിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്നാണ് ഈ കുട്ടിയുടെ ഈ പിതാവ് പറഞ്ഞത്. എല്ലാവരും കേട്ടിട്ടുണ്ടാകും ആ ഒരു ചാനൽ ചർച്ച. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, ഏതാണ് ചാനലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ ഈ 25% വരുന്ന കുട്ടികളെ നമ്മൾ തീർച്ചയായും ഭയപ്പെടേണ്ടത് തന്നെയാണ്. ആ കുട്ടികളാണ് നമ്മുടെ കുട്ടികളെയും കൂടെ
ആ ഒരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ തീർച്ചയായും ഈ കുട്ടികളെ സ്കൂളിൽ കൗൺസിലിംഗ് കൃത്യമായും കൊടുക്കേണ്ടത് തന്നെയാണ്. സ്കൂളിലെ കൗൺസിലിംഗ് മൂലമാണ് പല തെറ്റുകളും കുട്ടികൾ പറയുന്നത്. അതായത് കുട്ടികളെ പല വിധത്തിലുള്ള പീഡനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും കുട്ടികളെ ആരെങ്കിലും ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ ഈ കൗൺസിലിംഗിൽ കുട്ടികൾ പറയപ്പെടും. അത് കൗൺസിലർമാരുടെ ഒരു കഴിവാണ്. അങ്ങനെ തീർച്ചയായും എല്ലാ സ്കൂളുകളിലും കൗൺസിലർമാരുടെ ഒരു വേക്കൻസി ഉണ്ട്. അത് അവിടെ ഫിൽ ചെയ്യണം എന്നാണ് ഈ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനോടുള്ള ഒരു അഭ്യർത്ഥന. ഇല്ലെങ്കിൽ 5 സ്കൂളുകൾക്ക് ഒരു കൗൺസിലറെങ്കിലും ഏർപ്പെടുത്തണം, ഏറ്റവും കുറഞ്ഞ പക്ഷം. സാധാരണ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന എല്ലാ ലഹരി ഉപയോഗങ്ങളുടെയും എല്ലാ തെറ്റുകളുടെയും എല്ലാത്തിൻ്റെയും പിന്നിൽ തെളിഞ്ഞിരിക്കുന്നതിൻ്റെ പിന്നിൽ ഈ കൗൺസിലർമാർ തന്നെയാണ്. അവരോട് കുട്ടികൾക്ക് പറയാനുള്ള ഒരു അവസരമുണ്ട്. വീട്ടിൽ മാതാപിതാക്കളോട് പറഞ്ഞില്ലെങ്കിൽ സ്കൂളിൽ ചെന്ന് പറയും. പക്ഷെ സ്കൂളിലെ ടീച്ചേഴ്സിന് കുട്ടികൾക്ക് നേരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അവസ്ഥയെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ നേരെ ടീച്ചേഴ്സ് എന്തെങ്കിലും പറഞ്ഞാൽ, കുട്ടികളെ വഴക്ക് പറഞ്ഞാൽ കുട്ടികൾ ചെന്ന് വീട്ടിൽ പറയും. വീട്ടിൽ പറയുമ്പോൾ അവരുടെ മാതാപിതാക്കൾ സ്കൂളിലേക്ക് വന്ന് ടീച്ചേഴ്സിനെയും അതുപോലെ അധ്യാപകരെയും ശകാരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. എൻ്റെ കുട്ടി അതൊന്നും ചെയ്യില്ല, നല്ല കുട്ടി എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. പക്ഷേ സ്കൂളിലുള്ള ടീച്ചേഴ്സിനല്ലേ അറിയാവുള്ളൂ കുട്ടികൾ ഏത് തരത്തിലാണെന്നുള്ളതെന്ന്. അപ്പോൾ മാതാപിതാക്കൾക്കും ഒരു കൗൺസിലിംഗ് ആവശ്യമാണ് തീർച്ചയായും. അപ്പോൾ സർക്കാർ ഇതിനെല്ലാമുള്ള ഒരു സംവിധാനമാണ് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ കൊല ചെയ്യപ്പെട്ട കുട്ടികളുടെ കൂടെയും ലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ ലഹരി വിൽക്കപ്പെടുന്ന കുട്ടികളുടെ കൂടെയും അല്ല സർക്കാർ നിൽക്കേണ്ടത്. സർക്കാർ മറ്റുള്ള ഈ 75% വരുന്ന കുട്ടികളെ രക്ഷപ്പെടുത്താനാണ് സർക്കാർ കൂടെ നിൽക്കേണ്ടത്. ഈ ഷഹബാസ് എന്ന കുട്ടിയെ കൊലപ്പെടുത്തി അതിനുശേഷം ഈ 5 കുട്ടികളെ പരീക്ഷ എഴുതാൻ ഈ വർഷം അനുവദിച്ചില്ലായിരുന്നെങ്കിൽ സർക്കാരും ജനങ്ങളുമായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഈ വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്ത് അതിനൊരു തീരുമാനം നിയമസഭയിൽ ഉണ്ടാക്കേണ്ടതാണ്. കൃത്യമായും കേരളത്തിലെ കുട്ടികളുടെ സ്കൂളുകളിലുള്ള ലഹരി ഉപയോഗത്തെക്കുറിച്ച് നിയമസഭയിൽ മന്ത്രിമാരെല്ലാവരും പ്രതിപക്ഷം ഉൾപ്പെടെ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. മറ്റെല്ലാ ചർച്ചകളും അവിടെ നിൽക്കട്ടെ. ആ ചർച്ചകൾ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതാണ്. എൻ്റെ മന്ത്രിമാർക്ക്, ശിവൻകുട്ടിക്ക് പ്രത്യേക നിർദ്ദേശം കൊടുക്കുക. അതുപോലെ സ്കൂളിലെ കുട്ടികൾക്ക് അവരുടെ അധ്യാപകരെ അനുസരിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇപ്പോൾ ഒരു കാര്യം നോക്കാം. ആ ഷഹബാസിന്റെ കൊലപാതകളായ കുട്ടികൾ പരീക്ഷ എഴുതുന്ന ആ സ്കൂളിൽ പഠിപ്പിച്ച ഒരു ടീച്ചർ വന്ന് അവരുടെ അഭിപ്രായം നമ്മളോട് പങ്കുവയ്ക്കും. അത് നമുക്കൊന്ന് കേൾക്കാം. കേരളം മുടിഞ്ഞു. ഇനി നന്നാകണമെങ്കിൽ ജാതിയും മതവും പാർട്ടിയും നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം. ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ മുടിഞ്ഞു കേരളം. ഇത് ശരിയല്ല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു. ഞാൻ ഇവിടുത്തെ പെൻഷൻ പറ്റിയ ടീച്ചറാ. ഞാൻ പ്രതികരിക്കാൻ തന്നെ വന്നതാണ്. എനിക്ക് സഹിക്കുന്നില്ല. ടിവിയുടെ മുന്നേ ഇരുന്നിട്ട് എന്തുവാ TV കാണുന്ന മുഴുവനും? എന്തൊരു സങ്കടമാ കാണുന്നേ. ടീച്ചർമാരെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുക, രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക, ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക. ഗൾഫിലൊക്കെ നടത്തുന്ന ഒരാൾ ശിക്ഷ ഇവിടെ വരണം. എന്നാലും അതെ കൈ വെട്ടണം, കാല് വെട്ടണം, അല്ല ഒക്കത്തില്ല ഇവിടെ. ഇത് ശരിയല്ല ചെയ്തത്. എന്റെ കുഞ്ഞാന്ന് ഞാൻ സഹിക്കുവോ? എനിക്ക് താമരശ്ശേരി പോകാൻ അല്ലെ ഞാൻ പോയത് താമരശ്ശേരി. ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ടേ എന്ത് മര്യാദയാ കാണിച്ചിരിക്കുന്നേ? എന്ത് മര്യാദ? ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരിക്കലും ആ കുട്ടികളെ പരീക്ഷ എഴുതിക്കത്ത് ആ കുട്ടികളെ ശിക്ഷിക്കണം. മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക്. 15 ബാലനിയമങ്ങളെല്ലാം മാറ്റണം. ടീച്ചർമാർക്ക് നല്ല ഒന്നാമത് ചൂരവടി കൊടുക്കണം. ടീച്ചർമാരുടെ കൈ ചൂരവടി വേണം. അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല. അതെ ഇവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ. അർഹതപ്പെട്ടവർക്ക് അടി കൊടുത്ത് തന്നെ വളർത്തണം. രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല, തെറ്റാണ്. രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച് വളർത്തണം. രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിച്ച് തന്നെ വളർത്തണം. എന്റെ പേര് രാമേന്ദ്രകുറുപ്പ്. പ്രതികരിക്കാൻ തന്നെ വന്നാൽ ടിവിയുടെ മുന്നേ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വന്നതാണ്. ഇത് ശരിയല്ലേ ചെയ്യുന്നത്?
എല്ലാവരെയും പിടിച്ച് ജയിലിലാക്കിയിട്ടോ ചില ചെറുപ്പക്കാർ പിള്ളേർ ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കുചേർത്തില്ല, ഒരു രാഷ്ട്രത്തിലും ഒരു മതത്തിലും ഇല്ല. ഇത് ശരിയല്ല ചെയ്യുന്നത്. അത്രയാണ് എനിക്ക് പറയാൻ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കണ്ണീരാണ് കുട്ടി. എന്റെ കുട്ടിയാന്ന് ഞാൻ കരയൂലേ? എന്റെ കുട്ടിയാന്ന് ഞാൻ സമ്മതിക്കോ? അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നതാ. ഇത് ശരിയല്ല. ഇത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തെങ്കിലേ ഈ കേരളം നന്നാകത്തുള്ളൂ. ശരിക്കും ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം. അത്രയുള്ള എനിക്ക് പറയാൻ. അപ്പോൾ ഈ ഷഹബാസിനെ കൊന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ മാരകമായ ആയുധം ഒരു നഞ്ചക്ക് ഉപയോഗിച്ച് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നതെന്ന് പല വീഡിയോകളിലും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നഞ്ചക്ക് എന്ന് പറയുന്ന സാധനം പലർക്കും മനസ്സിലായിട്ടില്ല, എന്താണ് നഞ്ചക്ക് എന്നുള്ളത്. അത് എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല കാണിക്കാനായിട്ട്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പണ്ട് ഗൾഫിലൊക്കെ ആയിരിക്കുമ്പോൾ അവിടെ കണ്ടിട്ടുണ്ട് ഞാൻ ഈ സാധനം. അപ്പൊ നഞ്ചക്കെന്ന് പറയുമ്പോൾ രണ്ട് ദണ്ടിന്റെ നടുവിൽ ഒരു ചങ്ങലയോ ചെയിനോ കയറോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് കണ്ണി ഉപയോഗിച്ച് കോർത്ത് കെട്ടിയിട്ടുള്ള രണ്ട് പിടികളുള്ള സാധനമാണ് ഈ നഞ്ചക്കെന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്കിപ്പിംഗ് ടോപ്പ് ഉപയോഗിക്കുമല്ലോ, സ്കിപ്പിംഗ് ടോപ്പിന്റെ ഒരു ഷോർട്ട് ചെറിയൊരു രൂപം. രണ്ട് പിടി ഉണ്ടാകും, ഇടയ്ക്കൊരു വള്ളി ഉണ്ടാകും. അതിനെയാണ് നഞ്ചക്കെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബ്രൂസ്ലി പണ്ട് സിനിമയിലൊക്കെ ഉപയോഗിച്ച് എല്ലാവർക്കും അറിയാം. നമ്മുടെ ബ്രൂസ്ലി ആരാധിക്കുന്നവർ ധാരാളം ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ബ്രൂസ്ലി ഉപയോഗിക്കുന്ന ആ ഒരു ആയുധം അതാണ് നഞ്ചക്കെന്ന് പറയുന്ന സാധനം. അതിന്റെ ചിത്രങ്ങളൊക്കെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അതാണ് നഞ്ചക്ക്. അപ്പോൾ ഈ നഞ്ചക്ക് ഉപയോഗിച്ചാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. നഞ്ചക്ക് എന്ന് പറയുമ്പോൾ അത് ഒരു പൗരാണിക നമ്മുടെ ഏഷ്യൻ കൺട്രിയിലുള്ള ഒരു ഈ കൊയ്ത്ത് നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു കറ്റയോ അതിനെയൊക്കെ നമ്മൾ മെതിച്ച് അതിൽ നിന്ന് ആ ധാന്യങ്ങളെ വേർപെടുത്താൻ ഉണ്ടാക്കിയിരുന്ന ഒരു ഉപകരണമാണ് പണ്ട് കാലത്ത്, പൗരാണിക കാലത്ത്. ആ ഒരു ഉപകരണമാണ് പിന്നീട് അത് കരാട്ടയിലേക്ക് മാറിയത്. കരാട്ടയിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം തന്നെയാണ് ഈ നഞ്ചക്കെന്ന് പറയുന്ന സാധനവും. അത് ഒരു കാർഷിക ഉപകരണമായിട്ടാണ് പണ്ട് അവ ഉണ്ടാക്കിയിരുന്നത്. ആ ഉണ്ടാക്കിയിരുന്ന സാധനമാണ് ഇപ്പോൾ അത് ഒരു മാരകായുധമായി നമ്മൾ കാണുന്നത്. അതായത് അത് ഉപയോഗിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഉപയോഗിച്ച് പഠിച്ചത് കൊണ്ടാണ് ഈ ഷഹബാസിനെ കൊന്ന കുട്ടി അത് കൊണ്ടുവന്ന് അടിച്ചത്. അതിൽ പ്രത്യേക പരിശീലനം നേടിയിരിക്കണം. ഈ നഞ്ചക്ക് ഉപയോഗിക്കുന്നത് സ്വന്തം ശരീരത്തും തലയ്ക്ക് തന്നെ കൊള്ളാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അതിനാൽ കൃത്യമായും പരിശീലനമില്ലാതെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കുട്ടികൾക്ക് എവിടുന്നോ കൃത്യമായ പരിശീലനം കിട്ടിയിട്ടുണ്ട്. ആ പരിശീലനം എവിടുന്നാണ് കിട്ടിയിരിക്കുന്നതെന്ന് അന്വേഷിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയായിരുന്നു. പക്ഷെ പോലീസ് ഉൾപ്പെടെ പറയുന്നുണ്ട് ഈ കുട്ടികൾ സാധാരണപ്പെട്ട കുട്ടികളല്ല. ഇങ്ങനെ നഞ്ചക്ക് ഉപയോഗിച്ച് മറ്റു കുട്ടികളെ കൊല്ലണമെങ്കിൽ കൃത്യമായും ഇവർ ക്രിമിനലുകൾ തന്നെയായിരിക്കുമെന്ന് നമ്മുടെ അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഈ കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇനിയെങ്കിലും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ കേരളത്തിൽ ഇതുപോലെ സഹപാഠികളോ മറ്റു കുട്ടികളെ തല്ലിക്കൊല്ലുന്ന ഒരു രംഗം ഉണ്ടാവാതിരിക്കട്ടെ. സ്കൂളുകളിലെ ലഹരി ഉപയോഗം തീർച്ചയായും തടയപ്പെടണം. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു പെൺ സുഹൃത്തിനെ, അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ആൺ സുഹൃത്ത് സഹപാഠി തന്നെ ഡയറി മിൽക്കിൽ ഒരു പൗഡർ ചേർത്ത്, അതുപോലെ കിൻഡർ ജോയി എന്ന് പറയുന്ന ഒരു കളിപ്പാട്ടം പോലുള്ള ചെറിയ ചെറിയ മിഠായി പോലുള്ള സ്വീറ്റ്സ് ഉണ്ട്, 30-40 രൂപയാണ്. അതിനുള്ളിലും ഈ പൗഡർ ചേർത്ത് ഈ പെൺകുട്ടിക്ക് സ്ഥിരമായി കഴിക്കാൻ കൊടുത്തതിന്റെ ഫലമായി ഈ കുട്ടിക്ക് എന്തോ മാനസിക അസുഖങ്ങളൊക്കെ ഉണ്ടായി. ആ കുട്ടിയെ ഇവർ ലൈംഗികമായി പല പ്രാവശ്യം ഉപയോഗിച്ചു. അപ്പോൾ അതും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹപാഠികളായ ആൺകുട്ടികൾ തന്നെയാണ് ഈ കുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചത്, കുട്ടിക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ട്. അപ്പോൾ അത്രത്തോളം വളർന്നിരിക്കുന്നു നമ്മുടെ 10ാം ക്ലാസ്സിലെ കുട്ടികൾ. ആ കുട്ടികളും ഈ നിയമത്തിന്റെ പരിധിയിൽ രക്ഷപ്പെടാനാണ് പോകുന്നത്. അതായത് കുട്ടികൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല.
ഈ പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള ഈ നിയമം എടുത്തു മാറ്റി ഏകദേശം ഒരു 10 വയസ്സിന് മുകളിൽ പ്രായപൂർത്തിയാക്കുന്ന രീതിയിൽ 10 വയസ്സ് നിജപ്പെടുത്തണം. 10 വയസ്സിന് താഴെ മൈനർ, അതിനുള്ളിൽ അതിന് മുകളിലോട്ടുള്ളത് പ്രായപൂർത്തിയായ കുട്ടികളായിട്ട് തന്നെ കണക്ക് കൂട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് കുട്ടികൾക്ക് വളരെയധികം വലിയ മാനസിക വികാസമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ മാനസിക വികാസം നല്ല രീതിയിൽ മുമ്പോട്ട് നയിക്കാനുള്ള കഴിവ് കുട്ടികൾക്ക് ഉണ്ടാകുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഈ 25% കുട്ടികൾ അവരെ അങ്ങോട്ട് വലിക്കുമ്പോൾ, തെറ്റിലേക്ക് വലിക്കുമ്പോൾ, ഈ നല്ല ഒരു 75% കുട്ടികളും തീർച്ചയായും ആ വഴിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അല്ലാതെ ഈ 20% കുട്ടികൾ നന്നാവുന്നില്ല ഒരിക്കലും. ഈ നല്ല കുട്ടികൾ ചീത്തയാവുകയാണ് ചെയ്യുന്നത്. അതായത് ഉദാഹരണം പലരും പറയുന്നുണ്ട്, നമ്മുടെ സിനിമകൾ എത്രയോ സിനിമകൾ നല്ല സിനിമകളുണ്ട്, അത് കണ്ടിട്ട് ആരും എന്തുകൊണ്ട് നന്നാവുന്നില്ല. ഈ ചില സിനിമകൾ മാത്രം കണ്ടിട്ട് കുട്ടികൾ അതിലേക്ക് പോകുന്നു എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ ഈ 100% നല്ല കുട്ടികളായിരിക്കും നമ്മുടെ കുട്ടികൾ. 1% വരുന്ന ഈ സിനിമ കണ്ടിട്ട് എല്ലാ കുട്ടികളും ഈ രീതിയിലേക്ക് പോകും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നല്ല സിനിമകളുമില്ലേ, ചീത്ത സിനിമകളുമില്ലേ? അപ്പോൾ ഈ ചീത്ത സിനിമകൾ കാണുന്ന ഈ കുട്ടികൾ ആ വഴിയിലേക്ക് എന്തുകൊണ്ട് പോകുന്നു? നല്ല സിനിമകൾ കണ്ടിട്ട് എന്തുകൊണ്ട് നല്ല വഴിയിലേക്ക് വരുന്നില്ല? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ കുട്ടികളുടെ മാനസിക വികാസമാണ് ഇതിലുണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ആ മാനസിക വികാസത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക. ഇപ്പോൾ ഉണ്ടാകുന്ന കോടതി വിധികളെല്ലാം നമ്മൾ നോക്കിയാൽ കോടതിയെ തന്നെ ജനങ്ങൾ കുറ്റം പറയുന്ന രീതിക്കുള്ള വിധികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. സ്കൂളിൽ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവരാം, അവരെ ആരും തടയേണ്ടായിരുന്നു. പക്ഷെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കണം. ഇങ്ങനെയാണ് ഒരു കോടതി വിധി കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കുട്ടികളെ അധ്യാപകർക്ക് തടയാൻ കഴിയില്ല. മൊബൈൽ ഫോണിലൂടെയാണ് ഇപ്പോൾ പല വിധത്തിലുള്ള ഇൻസ്റ്റാഗ്രാമുകളും വാട്സപ്പുകളും അവർ കുട്ടികളെ വാട്സപ്പിലൂടെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും കുട്ടികളെ ഈ മയക്കുമരുന്ന് കാരിയേഴ്സ് ആക്കുന്നതും ഒക്കെ ഈ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളിലൂടെയൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായി അറിയാം. കുട്ടികൾ അതിനുവേണ്ടി ഈ ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്ന ഡ്രഗ്സിന് വേണ്ടി ഈ 1000 രൂപയോ 2000 രൂപയൊക്കെയാണ് കൊടുക്കേണ്ടി വരുന്നതെന്ന് ആയിരിക്കാം പറയപ്പെടുന്നു. ആ പണം ഉണ്ടാക്കണമെങ്കിൽ വീട്ടിൽ അമ്മയോട് ചോദിക്കണം, അല്ലെങ്കിൽ അച്ഛനോട് ചോദിക്കണം. ഇവിടെ നിന്ന് രണ്ടിടത്തും കിട്ടിയില്ലെങ്കിൽ കുട്ടികൾ തീർച്ചയായും മോഷ്ടിക്കണം. മോഷണം നടത്തുന്ന പല വീഡിയോകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കുട്ടികൾ ലഹരിക്ക് അടിമയായ കുട്ടികൾ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി ബൈക്കുകൾ മോഷ്ടിക്കുന്നു, വീടുകളിൽ നിന്ന് റബ്ബർ ഷീറ്റുകളിൽ മോഷ്ടിക്കുന്നു. അങ്ങനെ പല വിധത്തിലുള്ള മോഷണങ്ങളും നടത്തുന്നു. കുട്ടികൾ കഴിഞ്ഞ ദിവസം ബൈക്ക് മോഷ്ടിക്കുന്ന വീഡിയോകൾ പുറത്തു വന്നിരുന്നു. കൊച്ചിയിലും എറണാകുളത്തും ആലപ്പുഴയിലുമൊക്കെ. അപ്പോൾ അങ്ങനെ ബൈക്കുകൾ വരെ മോഷ്ടിച്ചു കൊണ്ട് കൊടുക്കുന്ന കുട്ടികളുടെ വീഡിയോയും അവർ ഇൻസ്റ്റഗ്രാമിൽ ആ വിവരം പങ്കുവയ്ക്കുന്നതും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തതിനു ശേഷം കുട്ടികൾ തന്നെ ഈ ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പ് ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണിത്. അതിലൂടെയാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമൊക്കെ നമ്മുടെ ഫോണിൽ നിന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത്. കുട്ടികൾ, മാതാപിതാക്കൾക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ വയ്യാത്തതിൻ്റെ അജ്ഞതയും കുറച്ചുണ്ട്. മാതാപിതാക്കളും കുറച്ചൊക്കെ ഫോണിൻ്റെ ടെക്നിക്കൽ പരിപാടികൾ പഠിക്കേണ്ടതാണ്. അതായത് ചില കുട്ടികൾ ഇൻസ്റ്റഗ്രാം ഫോണിലുണ്ടെങ്കിലും അത് മറ്റുള്ളവർ കാണാതെ ഹൈഡ് ചെയ്ത് വെക്കുന്ന ആപ്പുകളുണ്ട്. അത് ഉപയോഗിച്ച് ഹൈഡ് ചെയ്ത് വെക്കും. വീട്ടുകാരെടുത്ത് നോക്കുമ്പോൾ എൻ്റെ കുട്ടിയുടെ മൊബൈലിൽ ഒന്നുമില്ല, ഇൻസ്റ്റഗ്രാമില്ല, വാട്സാപ്പില്ല, ഒന്നുമില്ല. പക്ഷെ അതിനകത്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവരെടുത്ത് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കും. അങ്ങനെ ഒരു കാര്യവും കൂടെ ഉണ്ട്. അതും മാതാപിതാക്കൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഈ ഹൈഡ് ചെയ്യുന്ന ആപ്പുകൾ എങ്ങനെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും എന്ന് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ്. മാതാപിതാക്കൾക്ക് സ്കൂളിൽ നിന്ന് ഒരു കൗൺസിലിംഗ് കൊടുക്കേണ്ടതാണ് മൊബൈൽ ഉപയോഗത്തെ പറ്റി, അതായത് മക്കൾ ഉപയോഗിക്കുന്നതിനെ പറ്റി. ഇങ്ങനെ ആപ്പുകൾ ഹൈഡ് ചെയ്ത് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ് പലരുടെയും മൊബൈലുകളിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധികളാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്
കുട്ടികളെക്കാൾ ബുദ്ധിവികാസമുള്ള മാതാപിതാക്കൾ അത് മനസ്സിലാക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും കുട്ടികൾ അവനെ അറിയാവൂ, മോനെ അറിയാവൂ എന്ന് പറഞ്ഞ് തള്ളരുത്. നമുക്കും കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം തീർച്ചയായും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു ലഹരി ഉപയോഗവും ഇങ്ങനെയുള്ള ഈ പോക്സോ കേസുകളും ഒക്കെ നമുക്ക് നിയന്ത്രിക്കേണ്ടതുണ്ട്. അതിനായി സർക്കാർ കുട്ടികളെ സ്കൂളിൽ തലത്തിൽ തന്നെ ഇടപെട്ട് അതിനു വേണ്ടിയിട്ടുള്ള വഴികൾ സ്കൂളുകളിൽ തുറക്കണം. വിമുക്തി ക്ലബ്ബ്, അതുപോലെ SPC ഇതെല്ലാം കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്കൂളുകളിൽ ചെന്ന് കൗൺസിലിംഗ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് വിമുക്തി ക്ലബ്ബുകൾ വഴി ഇപ്പോൾ എടുക്കുന്നുണ്ട്. അത് കുറെ കൂടി കാര്യക്ഷമമാക്കേണ്ടതാണ്. കുട്ടികൾക്ക് ലഹരി ഉപയോഗിച്ചാൽ ഇതിനെതിരെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാനുള്ള ഒരു ഫോൺ നമ്പർ സ്കൂളുകളിലും മറ്റു സോഷ്യൽ മീഡിയകളിലും ഒക്കെ ഉണ്ട്. അത് വിളിച്ചാൽ തീർച്ചയായിട്ടും ആ ഡിപ്പാർട്ട്മെന്റ് അത് എടുത്ത് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കേണ്ടതാണ്. ചില ഫോണുകളിൽ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടുന്നില്ല എന്നൊക്കെ പരാതിയുണ്ട്. ആ പരാതികളൊക്കെ സർക്കാർ മാറ്റേണ്ടതാണ്. നാളെ നല്ലൊരു ഭാവിക്ക് വേണ്ടി. ഇനി സർക്കാർ തന്നെ ഈ കുട്ടികളെ നശിപ്പിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. ഇന്ന് കണ്ടില്ലേ, ആ ഷഹബാസിന്റെ മരണത്തിനിടയായ കുട്ടികളെ, ക്രിമിനലായ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കുന്നു സർക്കാർ പ്രൊട്ടക്ഷനിൽ, പോലീസ് പ്രൊട്ടക്ഷനിൽ. അപ്പോൾ ആരെ കൊന്നാലും നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, സർക്കാർ നമ്മളെ സഹായിക്കും എന്നുള്ളൊരു അറിവ് കുട്ടികൾക്കുണ്ടായി. കുട്ടികൾ അത് ഇൻസ്റ്റഗ്രാമിൽ സംസാരിക്കുന്നുമുണ്ട്. ആൾക്കൂട്ടത്തിൽ കൊന്നാൽ നമ്മളെ ഒന്നും ചെയ്യാനില്ലടാ എന്ന്. അപ്പൊ ആ സംസാരം കേട്ട സർക്കാരെങ്കിലും തിരിച്ചറിയണ്ടേ ഇനി. അപ്പൊ സർക്കാരിനെ കുറ്റം പറയുകയല്ല, സർക്കാർ നന്നാവണം എന്നേ പറയുന്നുള്ളൂ. അതുപോലെ നമ്മുടെ ജഡ്ജിമാർ, വക്കീലന്മാർ, നമ്മുടെ നിയമവ്യവസ്ഥിതി, ഇതെല്ലാം നല്ല വിധികൾ മാത്രം പുറപ്പെടുവിച്ചുകൊണ്ട് തീർപ്പ് ഉണ്ടാക്കുക. അതാണ് വേണ്ടത്. മാതൃകാപരമായി ശിക്ഷിക്കേണ്ട കാര്യത്തിന് ശിക്ഷിക്കുക തന്നെ വേണം. ഇനി പ്രായപൂർത്തി ആയില്ല എന്ന് പറഞ്ഞ് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകുന്നതിന്റെ പേരിൽ മാത്രമാണ് കുട്ടികളെല്ലാവരും വീണ്ടും 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 തെറ്റിലേക്ക് പോകുന്നത്. കാരണം സ്കൂളുകളിലും അധ്യാപകർക്കും ഒന്നും മിണ്ടാനുള്ള ചാൻസ് ഇല്ല. അവർ ഉപയോഗിക്കുന്ന വടി അവർക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും പറയുന്നു, അധ്യാപകർ ഉപയോഗിക്കുന്ന വടി അവർക്ക് തിരിച്ചു കൊടുക്കും. അപ്പോൾ ഒരു നല്ല നാളെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭാശംസകൾ.